ഗീതൂസ് ഗ്ലോബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ വെച്ച് കൊടംപുളിയൊക്കെ ഇട്ട് നല്ല അടിപൊളി ചെമ്മീൻ റോസ്റ്റ് നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. ചെമ്മീനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് വെളുത്തുള്ളി വേണം, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ചതച്ചെടുക്കണം. നമ്മുടെ ചതയം കല്ലിനകത്തോട്ട് അല്ല ഇടികല്ലിനകത്തോട്ടിട്ട് ചതച്ചെടുക്കാം അല്ലേ? അതെ. ഈ കല്ല് ചതയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണം കൂടെ അല്ലേ അമ്മേ? മിക്സി ചതയ്ക്കുന്ന പോലെയല്ല. അതെ അതെ. ചൂടായിട്ടുണ്ടേ. ചട്ടി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് വെക്കാം. പച്ച വെളിച്ചെണ്ണ അല്ലേ അമ്മേ? ചൂടായിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് എണ്ണയിലേക്ക് കുറച്ച് കടുക് പൊട്ടിയ ശേഷം നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ഇട്ടെടുക്കാം. നന്നായിട്ട് മൂക്കണോ അതോ ഒന്ന് വാടി വന്നാൽ മതിയോ? ഒന്ന് പച്ചമണം മാറി വന്നാൽ മതി. പച്ചമണം ഒരു 3 സവാളകൾ എടുത്തിട്ടുണ്ട്. 3 സവാള അല്ലേ? നീളത്തി അരിഞ്ഞ 3 സവാള. കനം കുറച്ച് അരിഞ്ഞ സവാള. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. എല്ലാവർക്കും അറിയുന്ന ഒരു ടിപ്പിലേയും കൂടെ അങ്ങോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെല്ലാം കൂടെ അങ്ങോട്ട് നന്നായിട്ട് ഇങ്ങനെ യോജിപ്പിക്കണം. മഞ്ഞപ്പൊടി. പക്ഷെ ഇവിടെ വേണ്ടത് ഇളക്കലാണ് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിക്കണം. ഇതിനെ നന്നായിട്ട് വഴലണം. ഡീപ്പ് ബ്രൗൺ ഒന്നും ആവണ്ടല്ലോ അമ്മേ? ഒന്ന് കൂടെ ചേർക്കണം. ഒരു തക്കാളി ഉണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് കുടംപുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുടംപുളിയും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇതുവരെ നമുക്കതൊന്ന് അടച്ച് വെച്ചു. ഓക്കെ. അപ്പോൾ അത് പതിനാളെ വേകുമ്പം നമുക്ക് ഈ പ്രോൺസിനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എല്ലാം കൂടി ഇടാം അല്ലേ? മുളക് പൊടി. വറുത്ത മുളക് പൊടി ഇടുന്നത് അല്ലേ? വറുത്ത മുളക് പൊടിയാണ്. വറുത്ത മുളക് പൊടി. ഈ ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലി പൗഡർ. അതൊരു 2 സ്പൂൺ വേണം. മല്ലിപ്പൊടി. നമ്മളിട്ട് ഈ 3 പൊടിയും വറുത്തിട്ടുള്ളതല്ലേ? വറുത്ത പൊടിയാണ്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ബ്ലാക്ക് പോലത്തെ കളർ വരുന്നത് അല്ലേ? അല്ല, ഡാർക്ക് കളർ വരും. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്വീറ്റ് ടേസ്റ്റ് വരും അല്ലേ? എന്നിട്ട് നമുക്ക് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യാം. നമുക്ക് ഈ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതൊന്നും വലിയ താല്പര്യമില്ല. കൈ വെച്ചാകുമ്പോഴേക്കും അത് എല്ലായിടത്തും അങ്ങോട്ട് പിടിക്കും അല്ലേ മേ? അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1 hour നമുക്ക് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആയി കാണുമോ അമ്മേ? വെന്തിട്ടുണ്ടല്ലേ അമ്മേ? നമ്മുടെ എണ്ണ കിടന്നല്ലേ അമ്മ ഇത്രയും ഇങ്ങനെ ആയിരിക്കും. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ചേർന്നിരിക്കും. നമ്മുടെ മാരിനേറ്റ് ചെയ്തതൊക്കെ ശരിയായിട്ടുണ്ടാവും അമ്മ? ഇപ്പോൾ ചേർക്കാറായോ? അപ്പോൾ നമുക്ക് ചേർക്കാം അല്ലേ? ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം അല്ലേ? അരപ്പും കൂടി ഇട്ടേക്കമ്മേ. വെള്ളം കൂടെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നമുക്കിത് ഇളക്കി കൊടുക്കാം. പുളി ഇറങ്ങിക്കോളും അല്ലേ? തിളച്ചിട്ടാണോ നോക്കുന്നത്? പാകം അല്ലേ? ഇതിലും വെള്ളത്തിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പ്രോൺസ് കുക്കായിക്കോളും അല്ലേ? നല്ലതായിട്ട് തിളച്ചിട്ടുണ്ടല്ലേ അമ്മേ? നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ആഹാ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് കുക്കായിട്ടില്ലേ അമ്മേ? ഒന്നുകൂടെ നമുക്ക് വറ്റിച്ച് വെക്കണോ? ഇത് വെച്ച് ചാറിലാണോ വെക്കുന്നത്? ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത്. യെസ്. കട്ടിപ്പാലല്ലേ അമ്മേ? എന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കും. നമുക്ക് കുറച്ച് ചാറിട്ടിട്ട് വെക്കാം അല്ലേ അമ്മേ? ഒത്തിരി അങ്ങോട്ട് പുരട്ടി വെക്കണ്ടല്ലോ. കുറച്ച്
ഇത്തിരി ചാറിട്ട് വെച്ച് കഴിഞ്ഞാലും ടേസ്റ്റാണ്, കുറച്ച് പുരട്ടി നല്ല പെരളം പോലെ വെച്ച് കഴിഞ്ഞാലും അതും ടേസ്റ്റാണ്. ഇപ്പോൾ ഇവിടെ ഇത്തിരി ചാറിലാണ് വെച്ചേക്കുന്നത്. ഇങ്ങനെ വെക്കാം, വെള്ളം ആവശ്യത്തിനാക്കിയിട്ട് പറ്റിച്ച് വെക്കാം. കുറച്ച് ചാറ് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല കുറച്ചുകൂടെ വറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചും ചെയ്യാം. എനിക്ക് ഇച്ചിരി ആ ഒരു ചെമ്മീൻ ചാറ് വെച്ച് ചോറ് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇച്ചിരി ചാറിട്ട് വെച്ചാൽ മതി അമ്മേ. ഓൾമോസ്റ്റ് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അധികം തിളപ്പിക്കില്ല, പിരിഞ്ഞു പോകും അല്ലേ. ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കിടക്കാച്ചി ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ടല്ലേ മാം. അതെ, കുറച്ചുകൂടെ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ കുറച്ച് ചാറിട്ടാണ് വെച്ചിരിക്കുന്നത് അല്ലേ. ചിലർക്ക് കുറച്ച് ഗ്രേവി വേണം, ചിലർക്ക് കുറച്ച് ഗ്രേവി വേണ്ട. അതെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഒന്ന് അല്ലേ ഉണ്ടാക്കിയും കൂടെ നോക്കണേ. അതെ. അപ്പോൾ ബൈ.